Hello guys, welcome back to my YouTube channel, Bacalvo. In this kitchen where flavors surprise, chop the garlic, dance with the zest. Bacalvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite, cooking with passion, it feels so right. Bacalvo. Love in every pot and pan. Bacalvo vibes, come join the clan. അപ്പോൾ ഗൈസ് ഇന്നും നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോകപ്രശസ്തമായ സ്റ്റീക്ക് ടീബോൺ സ്റ്റീക്കാണ് ഇന്ന് ഞാൻ പഠിക്കാൻ പോണത്. അപ്പോൾ ടീബോൺ സ്റ്റീക്ക്, ഈ സ്റ്റീക്ക് കട്ടിന് ടീബോൺ എന്നുള്ള പേര് അതിൻ്റെ ആകൃതിയിൽ നിന്നാണ് ലഭിച്ചത്. സ്റ്റീക്കിൻ്റെ നടുവിൽ കാണപ്പെടുന്ന ടീ ആകൃതിയിലുള്ള അസ്ഥിയാണ് അതിൻ്റെ ട്രേഡ് മാർക്ക് ലുക്ക്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ കാളയുടെ പിൻവശത്തുള്ള ഷോർട്ട് ലോയിൻ എന്ന ഭാഗത്തു നിന്നാണ്. ഈ ഭാഗം കൂടുതൽ ജോലി ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത മസിലായതുകൊണ്ട് തന്നെ അതിലത്തെ മാംസം വളരെ സോഫ്റ്റും ടെൻഡറുമായിരിക്കും. ടീബോൺ സ്റ്റീക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് വശങ്ങളിൽ രണ്ട് തരത്തിലുള്ള പ്രീമിയം കട്ട്സ് ഉണ്ട്. ഒരു വശത്ത് ബട്ടറി സോഫ്റ്റായ ടെൻഡർ ലോയിൻ, മറുവശത്ത് ഫ്ലേവർഫുള്ളായ സ്ട്രിപ്പ് ലോയിൻ. ഇതുകൊണ്ട് തന്നെ ഒരു സ്റ്റീക്കിൽ രണ്ട് തരം രുചികൾ കൂടുന്നു. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ 1800കളിൽ അമേരിക്കയിലെ ബുച്ചേഴ്സ്മാർ ഈ സ്റ്റീക്ക് കട്ട് വളരെ പ്രശസ്തമാക്കി മാറ്റി. പിന്നീട് ന്യൂയോർക്കും ചിക്കാഗോയും പോലുള്ള സ്റ്റീക്ക് ഹൗസുകളിൽ ഈ സ്റ്റീക്ക് വലിയ ഡിമാൻഡുകൾ നേടി. ഇന്നത്തെ സ്റ്റീക്ക് ലവേഴ്സിൻ്റെ മെനുവിലെ എവർഗ്രീൻ ഫേവറേറ്റ് ഐറ്റം ഇവൻ തന്നെയായിരിക്കും. ഗ്രിൽ ചെയ്യുമ്പോൾ അതിനാവശ്യത്തിന് ഹൈ ഹീറ്റ്, റൈറ്റ് സീസണിങ് ആൻഡ് ഗുഡ് ടൈമിങ്. ഓവർ കുക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ടെൻഡർനെസ് നഷ്ടമാകും. അപ്പോൾ ഗൈസ്, ടീബോണിൻ്റെ സ്റ്റീക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. അതായത് ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവൺ ഉണ്ടെങ്കിൽ നമുക്കിത് ഓവൺ കുക്കും ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രില്ലുണ്ടെങ്കിൽ ഗ്രിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പാൻ ഉണ്ടെങ്കിൽ പാനിൽ ചെയ്യാം. ഏറ്റവും സിമ്പിൾ എൻ്റെ അഭിപ്രായത്തിൽ പാനായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീക്ക് കൂട്ടർ എടുക്കുക, അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സോൾട്ട്, നമ്മുടെ കുരുമുളക്, പെപ്പർ ഇടുക, ഒന്ന് നൈസായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഉപ്പും കുരുമുളകും അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. നല്ല എല്ലായിടത്തും നന്നായിട്ട് ആവണം. അതിനുശേഷം ഒന്ന് നൈസായിട്ട് ഒന്ന് പുരട്ടി അങ്ങോട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആ ഒരു സ്മെല്ലും രുചിയും വരാവുന്ന രീതിയിൽ. ഓക്കെ, നല്ല സെറ്റായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കണം. സൂപ്പർ. അതിന് ശേഷം പാൻ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അതിലേക്ക് പതുക്കെ അവനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ 3 മിനിറ്റാണ് കുക്ക് ചെയ്യണത്. 2 to 3 മിനിറ്റാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിന്ന് നോക്കണത് മീഡിയം റയറാണ്. മീഡിയം റയറിലാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അതായത് 55 ഡിഗ്രി to 57 ഡിഗ്രിയാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റത്തെ സൈഡ് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിന് ശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് മറിച്ചിടുക, ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റത്തെ 1 മിനിറ്റ് ഉണ്ടാവുമല്ലോ, ആ 1 മിനിറ്റിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട്, കുറച്ച് നമ്മുടെ ഗാർലിക്ക്, കുറച്ച് തൈം ഇതങ്ങോട്ട് ഇടുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവനെ നമ്മുടെ ടെമ്പറേച്ചർ നോക്കുക, ഉറപ്പ് വരുത്തുക 55 to 57 ആണെന്ന്. അതിനിട്ട് പുറത്തേക്ക് എടുക്കുക, ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനൊന്ന് എടുത്ത് വെച്ചോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതെങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഓക്കെ, ജ്യൂസൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ പീസ് കട്ട് ചെയ്യാം കേട്ടോ. കേട്ടാ, ടീ പോലെ ഇരിക്കണതാണ് ഇതിന് ടീബോൺ എന്ന് പറയണം കേട്ടോ. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കും. ഒരു പീസ് എടുക്കണം കേട്ടോ. കണ്ടാ, നോക്കിയേ, ഇത് ജ്യൂസൊക്കെ കണ്ടാ, നല്ല സെറ്റായിട്ടുണ്ട്. അവൻ നല്ല അടിപൊളി കളറുണ്ട് ഉള്ളിൽ കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാൻ മൊത്തത്തിൽ കണ്ടാ.
ഇവിടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് കഴിക്കാൻ തോന്നണം. അപ്പോൾ ഇതിങ്ങനെ സെർവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ പീസുകളുണ്ടല്ലോ കട്ട് ചെയ്തത് അതെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ശേഷം ഇവിടുത്തെ പീസ് ഉണ്ടല്ലോ അവനെടുത്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ തൈമ് ഉണ്ടായിരുന്നല്ലോ ഗൈസ്, അതൊരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗാർലിക്കിന് സൈഡിൽ അങ്ങോട്ട് വയ്ക്കുക. അതിലത്തെ ബാലൻസ് ജ്യൂസ് ഉണ്ടല്ലോ അവനിങ്ങനെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫ് ടിബോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റിംഗ് ടൈമാണ്. ടെസ്റ്റിംഗ് ടൈം. Bokovo is here, bring that fiery beat. Chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Bokovo, lighting up the night. Flames in the kitchen, everything's alright. Cooking up passion, it's a silly show. Join the rhythm, let the good അപ്പോൾ times ഗൈസ് flow. ലിറ്ററലി ഇതൊരു 6+5 മിനിറ്റ്, ഒരു 11 മിനിറ്റ് ആകെ കൂടി ഇത് എടുത്തിട്ടുള്ളൂ റെഡി ആയി വരാൻ. പിന്നെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. വൻ ഉള്ളിൽ നല്ല റെഡ് കളറായിട്ട് നല്ല മീഡിയം റയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് കണ്ടാ റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. വൻ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. വറുത്ത് വരുമ്പോൾ വറുത്ത് നല്ല അടിപൊളി സാധനം. നല്ല ഗാർലിക് ഇടാ. തൈമിൻ്റെയും ഗാർലിക്കിൻ്റെയും സ്മെല്ല് ബീഫിനോട് ചേരുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. രസമുണ്ടാ. ആ ബീഫിൻ്റെ നെയ്യുണ്ടല്ലോ അതിലങ്ങനെ കിടന്നിട്ടേ പിന്നെ ബട്ടറി ഫ്ലേവറും പൊളി സാധനം. ബട്ടറാണ് നോക്കിയിട്ട് ഗാർലിക്കിൻ്റെ പീസും തൈമിൻ്റെ കുറച്ചും കൂടെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അടിപൊളി. പക്ക ഉപ്പ്, കുരുമുളകിനുള്ള ഫ്ലേവറും സെറ്റ് സാധനം. ഇതിൽ നെയ്യുടെ പീസ് ഉണ്ടാകുന്നു. ചില ആൾക്കാർ മുറിച്ച് കളയത്, ഞാൻ അത് മുറിച്ച് കളച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അതിലത്തെ ഉണ്ടാ ഈ ഒരു പീസ് തിന്ന് നോക്കാട്ടാ. ഇങ്ങനെയുണ്ട് നോക്കല്ലോ. നല്ല ഭയങ്കര ജെല്ലിട്ടാ. ആ ജെല്ലി നമ്മൾ കടിക്കുമ്പോഴേ ഈ ബലൂണൊക്കെ ഇങ്ങനെ പൊട്ടി പോണ പോലെ അങ്ങനത്തെ ഒരു ഇതൊക്കെ കിട്ടണ വയർ കൊള്ളാം. നൈസ്. ഞാൻ കറക്റ്റായിട്ട് പക്ക ടൈമർ വെച്ചിട്ട് പക്ക 3 മിനിറ്റ് ഒരു സൈഡ് 3 മിനിറ്റ് മറ്റേ സൈഡ് കറക്റ്റ് നമ്മൾ ടെമ്പറേച്ചർ നോക്കി അതിന് ശേഷം കറക്റ്റ് 5 മിനിറ്റ് 5-6 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് എടുത്തു. ഇതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസ് ഉണ്ടല്ലോ ഇത് കാണുമ്പോഴല്ല നമ്മളിത് കടിച്ചു കഴിയുമ്പോൾ വായയുടെ ഉള്ളിൽ ആ ജ്യൂസ് വന്ന് നിറഞ്ഞിട്ടേ വായൻ്റെ ഉള്ളിൽ കപ്പലോടണ പോലെ തോന്നുക. അത്ര അധികം ജ്യൂസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. ആ ടൈമിംഗ് ആണ്, നമ്മൾ ടൈമർ വെച്ചിട്ട് ആക്ച്വലി ഇത് ചെയ്യണം.
സൂപ്പർ. 1.5 ഇഞ്ചിൻ്റെ ടീ ബോണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാ. വെറുത്ത് വർമ്മ വെറുത്ത്. സൂപ്പർ കേട്ടോ. ഞാനല്ലേ ബട്ടറീഷും അതേപോലെ ഗാർലിക്കിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി വരുമ്പോൾ ഇത് ഒട്ടുക്കത്തെ രുചി. അപ്പോൾ ഗൈസ്, ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായി ബക്കാൽവ വീണ്ടും വരും. ബക്കാൽവ. ഈ നിങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ടാക്കിക്കോട്ടാ ഉണ്ടാക്കുമ്പോൾ. ഈ ടേസ്റ്റിൽ കഴിഞ്ഞിട്ടല്ല, ഒരു ആൾക്കാർ ഇത് മുറിച്ച് കളഞ്ഞിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് വാങ്ങണ സമയത്ത് ബുച്ചർ പറഞ്ഞു ഇത് കട്ട് ചെയ്ത് കളയണമെന്ന്. ഞാൻ പറഞ്ഞു ഏയ് അതോടെ ഇരുന്നോട്ടെ, ഞാൻ തിന്നോളാം. അങ്ങനെ